ഏവർക്കും നമസ്കാരം. 2024 വർഷഫലങ്ങളെക്കുറിച്ചുള്ള ഈ പരമ്പരയിൽ ഇന്ന് രാശികളിൽ 12ാമത്തെയും അവസാനത്തെയും രാശിയായ മീനരാശിയിലെ നക്ഷത്രങ്ങളായ പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ആദ്യമായി വ്യാഴത്തിൻ്റെ നില നമുക്ക് നോക്കാം. ഇവരുടെ 2ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 2ൽ നിൽക്കുന്ന വ്യാഴം പൊതുവെ ധനലാഭം, കുടുംബസൗഖ്യം എന്നീ അനുകൂല ഫലങ്ങൾ നൽകും. എന്നാൽ 2ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ വേദസ്ഥാനമായ 12ൽ ശനി നിൽക്കുന്നു. അപ്പോൾ ചെലവ് കൂടുതൽ ആകുവാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഈ ചെലവുകൾ ശുഭകാര്യങ്ങളായ ഭൂമി, ഗൃഹം, വാഹനം അല്ലെങ്കിൽ ഉദ്യോഗം എന്നിവയ്ക്കായിരിക്കും എന്നത് ആശ്വാസമാണ്. എന്നാൽ അനിഷ്ടസ്ഥാനമായ 6ാം ഭാവത്തിലേക്കും കർമ്മഭാവമായ 10ാം ഭാവത്തിലേക്കും വ്യാഴദൃഷ്ടിയുള്ളത് അനിഷ്ടം, രോഗാരിഷ്ടതകൾ എന്നിവയെ കുറയ്ക്കുന്നു. കർമ്മമേഖലയിൽ നല്ല പുരോഗതി നൽകുവാൻ സഹായിക്കുന്നു. അങ്ങനെ വർഷത്തിൻ്റെ തുടക്കം ഈ രാശിജാതർക്ക് നല്ല തുടക്കമാണ് സമ്മാനിക്കുക. അതായത് ഏപ്രിൽ 30 വരെയും ഈ രാശിജാതർക്ക് അനുകൂലമായ ഫലങ്ങൾ, പുരോഗതി എന്നിവ ഫലത്തിൽ വരുന്നു. കുടുംബത്തിൽ ക്ഷേമം, ഐശ്വര്യം, സന്തോഷം, സൗഖ്യം എന്നിവയും ഇക്കാലത്ത് ഇവർക്ക് ഉണ്ടാകും. എന്നാൽ മെയ് 1 മുതൽ വ്യാഴം മേടരാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നക്ഷത്രജാതർക്ക് പ്രതികൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വരാൻ ഏറെ സാധ്യത കാണുന്നു. ഇടവരാശിയിലേക്ക് മാറുമ്പോൾ വ്യാഴം ഇവരുടെ 3ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക. 3ാം ഭാവത്തിലെ വ്യാഴം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളാണ് നൽകുക. കാര്യവിഘ്നം, തടസ്സം, ദുഃഖം, സ്ഥാനഭ്രംശം, ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ, ശരീരക്ലേശങ്ങൾ, മാനസികമായ ദുഃഖങ്ങൾ, പരാജയങ്ങൾ, കലഹം, നിരാശ എന്നിവയെല്ലാം വ്യാഴം 3ൽ നിൽക്കുമ്പോൾ അനുഭവത്തിൽ വരാം. അതിനാൽ ഈ നക്ഷത്രജാതർ മഹാവിഷ്ണു പ്രീതിയിലൂടെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തണം. വ്യാഴാഴ്ചകളിൽ നിർബന്ധമായും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം കുടുംബസമേതം നടത്തുക, വഴിപാടുകൾ കഴിക്കുക. ഈ സമയത്ത് ഭാഗ്യം കെട്ടുപോകും എന്നതിനാൽ ഭാഗ്യസൂക്തം, ഐശ്വര്യസൂക്തം എന്നീ വഴിപാടുകൾ കഴിക്കുക. ഇവർക്ക് ശനിയും പ്രതികൂലൻ ആകുന്നു. ഈ രാശിജാതരുടെ 12ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതായത് 7ാം ശനിയുടെ ആദ്യ പാദം. അതിനാൽ എല്ലാറ്റിലും ഒരു തടസ്സം, മനോദുഃഖം, ഭയം, പലവിധ ദുരിതങ്ങൾ എന്നിവ ഫലത്തിൽ വരാം. ഈ സമയത്ത് മനസ്സ് ആത്മീയത, പ്രാർത്ഥന എന്നിവയിലേക്ക് തിരിച്ച് വിടുക. ശാസ്താവ്, മഹാവിഷ്ണു എന്നീ സാത്വിക മൂർത്തികളെ നന്നായി ധ്യാനിക്കുക. ശനി ശാസ്താമൂലമന്ത്രങ്ങൾ നിത്യവും ചൊല്ലുക. രാഹുവും ഈ രാശിജാതർക്ക് ദോഷം നൽകുന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. രാഹു ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത്. ഭക്ഷ്യവിഷബാധ, കലഹം, യാത്രാക്ലേശം, ജീവിതത്തിലും കർമ്മമേഖലയിലും വിവിധ പ്രതിസന്ധികൾ, തടസ്സം എന്നിവയാണ് ദോഷഫലങ്ങൾ. ദുർഗാദേവിയെ നന്നായി ഭജിക്കുക. ലളിതാ സഹസ്രനാമം നിത്യവും ചൊല്ലുക. ഓം ദും ദുർഗായേ നമ എന്ന ദുർഗാദേവിയുടെ മൂലമന്ത്രം ചൊല്ലുക. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം, കഠിനപായസം എന്നിവ വഴിപാടായി കഴിക്കുക. ഇവയെല്ലാം ചെയ്യുമ്പോൾ രാഹുദോഷത്തിന് നല്ല അറുതി ലഭിക്കും. കേതുവും ഈ രാശിജാതർക്ക് പ്രതികൂലമായ അവസ്ഥയിലാണ് സഞ്ചാരം. ഇവരുടെ 7ാം ഭാവത്തിലൂടെയാണ് കേതു സഞ്ചരിക്കുന്നത്. 7ാം ഭാവം എന്നത് കുടുംബം, ദാമ്പത്യം, ജീവിത പങ്കാളി എന്നിവയെ കുറിക്കുന്നു. കേതു ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഭാവത്തിന് ദോഷം ചെയ്യും. തൽഫലമായി ദാമ്പത്യകലഹം, കുടുംബത്തിൽ അനൈക്യം, അപമാനം, തടസ്സം, ധനനഷ്ടം എന്നിവയാണ് ഫലം. അതുകൊണ്ടുതന്നെ ഇവർ കേതുവിനെ നിർബന്ധമായും പ്രീതിപ്പെടുത്തണം. മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക. മഹാഗണപതി ഹോമം സ്വന്തം നാൾതോറും ചെയ്യുക. കേതു കടുത്ത ദോഷം വിതയ്ക്കുന്ന നിലയായതിനാൽ ഇവർ ദേവീ മഹാത്മ്യം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ഈ മഹത് ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലേണ്ടതാണ്. അപ്പോൾ ഈ രാശിജാതർക്ക് ഏപ്രിൽ 30 വരെയും വ്യാഴത്തിൻ്റെ കടാക്ഷത്താൽ ഏറെ നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും സിദ്ധിക്കുന്നതാണ്. എന്നാൽ മെയ് 1 മുതൽ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ ഏറെ സാധ്യത ഉള്ളതിനാൽ ഇവർ നല്ല കരുതൽ പുലർത്തുക. പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രജാതർക്ക് പുതുവർഷത്തിൽ സർവ്വ നന്മകളും ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.